മീനരാശിയുടെ ആഴക്കടൽ പോലെ ശാന്തവും എന്നാൽ ഉള്ളിൽ അടങ്ങാത്ത അറിവും കരുത്തും ഒളിപ്പിച്ചു വെച്ചവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ശനിയുടെ നക്ഷത്രമാണെങ്കിലും വ്യാഴത്തിന്റെ രാശിയിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം ഒരു പുതിയ ദിശാബോധമാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയും പോലെ നിങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാനായിരുന്നു എന്ന് ഈ മാസത്തെ അനുഭവങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ക്ഷമാശീലരാണ്. എന്നാൽ മാർച്ച് മാസം നിങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഓർക്കുക, ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ കാത്തിരിക്കുന്നത് വലിയൊരു വിജയമാണ്. കരിയറിലായാലും കുടുംബത്തിലായാലും ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ മാസം നടക്കാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, ചിന്താഗതികൾ എന്നിവ ഒഴിഞ്ഞു പോകുകയും പകരം കൂടുതൽ വ്യക്തതയും ഊർജവും കൈവരിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കിയാൽ ഒരു കതിർമണ്ഡപം പോലെ സമ്പൽ സമൃദ്ധമായ ഒരു കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആവേശം കാണിക്കാതെ വളരെ പക്വതയോടെയും അച്ചടക്കത്തോടെയും നീങ്ങേണ്ട സമയമാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാമെങ്കിലും അധ്വാനിച്ച് നേടുന്ന പണത്തിനാണ് ഈ മാസം കൂടുതൽ മൂല്യം ലഭിക്കുക. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ സ്വപ്നം കാണുന്നവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ ഓരോ ചുവടുവെപ്പിലും കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ പണ്ടങ്ങോ ഉണ്ടായ വിള്ളലുകൾ ഉണങ്ങാൻ പോകുന്ന മാസമാണിത്. ബന്ധങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും വിശ്വാസ്യതയും ഈ മാസം ദൃഢമാകും. കുട്ടികളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ തുടക്കത്തിൽ ഉണ്ടായേക്കാമെങ്കിലും മാസാവസാനത്തോടെ അവ സന്തോഷത്തിന് വഴിമാറും. ആത്മീയതയിൽ വലിയ താല്പര്യമുള്ളവരാണ് ഉത്രട്ടാതിക്കാർ. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ മനസ്സിന്റെ സമാധാനത്തിന് നിങ്ങൾ മുൻഗണന നൽകുന്നവരാണ്. 2026 മാർച്ച് മാസം നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നതിനും ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുന്നതിനും സാഹചര്യം ഒരുങ്ങും. നിഗൂഢ ശാസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ പുതിയ അറിവുകൾ തേടിയുള്ള യാത്രകളിലോ നിങ്ങൾ ഈ മാസം താല്പര്യം കാണിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു വലിയ മാറ്റത്തിന്റെ മുന്നോടിയാണ്. ജീവിതത്തിന്റെ ഇരുളടങ്ങിയ കോണുകളിലേക്ക് വെളിച്ചം വീശുന്ന, തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഊർജം ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൈമുതലായുള്ള നിങ്ങൾക്ക് ഈ മാസം ഒരു പുതിയ ഭാഗ്യോദയം തന്നെയാകും. ഈ മാസത്തെ ഓരോ മേഖലയിലും വിശദമായ ഫലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. 2026 മാർച്ച് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. ജോലി സ്ഥലത്ത് അമിതമായ ജോലിഭാരം അനുഭവപ്പെടാം. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്വാഭാവികമായ ക്ഷമയും വിവേകവും ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ സാധിക്കും. തൊഴിൽപരമായ ചില അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള ചർച്ചകൾ നടക്കും. പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് മാസാവസാനത്തോടെ മികച്ച അവസരങ്ങൾ ലഭിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വിസ നടപടികളിൽ പുരോഗതിയുണ്ടാകും. എന്നാൽ രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭകരമായിരിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമപരമായ വശങ്ങൾ കൃത്യമായി പരിശോധിക്കുക. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ തുടങ്ങും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നുചേരാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ രണ്ടാം പകുതിയോടെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അല്പം റിസ്ക് നിറഞ്ഞതാണ്. ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണം ചെയ്യും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളികളെ കണ്ടെത്താൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. കാലുകൾക്കോ മുട്ടുകൾക്കോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ നോക്കണം. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുക. അമിതമായ ചിന്തകൾ നിങ്ങളെ അലട്ടിയേക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നന്നായിരിക്കും. രാത്രികാലങ്ങളിൽ ശരിയായ ഉറക്കം ഉറപ്പുവരുത്തുക. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം അത് വർദ്ധിക്കും. ക്ഷേത്ര ദർശനം, പൂജകൾ എന്നിവയ്ക്കായി സമയം കണ്ടെത്തും. ശനിദോഷ പരിഹാരത്തിനായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. നിങ്ങളുടെ വാക്ചാതുര്യം മറ്റുള്ളവരെ ആകർഷിക്കും.
ഉപദേശങ്ങൾ തേടി പലരും നിങ്ങളുടെ അടുത്തെത്തും. ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രബന്ധങ്ങളിൽ പുരോഗതിയുണ്ടാകും. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഈ മാസത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. മരവിച്ചു കിടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും സജീവമാകും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ വേദികൾ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ സൂക്ഷിക്കുക. പാലിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടരുത്, പ്രത്യേകിച്ച് അയൽക്കാരുമായും ബന്ധുക്കളുമായും. പരിഹാരങ്ങളും വഴിപാടുകളും നോക്കുമ്പോൾ ശനിയാഴ്ചകളിൽ ഉപവാസമോ ഒരു നേരം മാത്രം ഭക്ഷണമോ കഴിച്ച് വ്രതമനുഷ്ഠിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി സമർപ്പിക്കുക. ശനിസ്തോത്രങ്ങൾ ജപിക്കുക. സാധുക്കൾക്ക് കറുത്ത തുണിയോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അഹിർബുദ്ധ്യനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപനായ ദേവൻ. ജ്ഞാനം, അച്ചടക്കം, ക്ഷമ, ആത്മീയത, പരോപകാരം എന്നിവയുടെ സംഗമമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഉത്രട്ടാതി നക്ഷത്ര ജാതർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും വിവേകശാലികളുമായിരിക്കും. ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വവും മധുരമായ സംസാര ശൈലിയും ഉണ്ടാകും. സങ്കീർണമായ വിഷയങ്ങൾ പോലും സൗമ്യമായി അവതരിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനും പ്രതിസന്ധികളെ ആത്മസംയമനത്തോടെ തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും. ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സലിയുന്നവരും സഹായഹസ്തം നീട്ടാൻ മടിക്കാത്തവരുമാണ് ഇവർ. ദയ, സത്യസന്ധത, ധാർമ്മികമായ ജീവിതത്തോടുള്ള ആഭിമുഖ്യം എന്നിവ ഇവരുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു തരം നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്നവരാണ് കൂട്ടർ. എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ഇവർ ശ്രമിക്കും. ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യരെ തുല്യരായി കാണാനുള്ള കഴിവ് ഇവരുടെ വലിയൊരു ഗുണമാണ്. എന്നാൽ പുറമേക്ക് ശാന്തരായി കാണപ്പെടാമെങ്കിലും ഇവരുടെ മനസ്സിനുള്ളിലെ ചിന്തകൾ വായിച്ചെടുക്കാൻ പ്രയാസമാണ്. സ്വന്തം വികാരങ്ങളെയും പദ്ധതികളെയും സമർത്ഥമായി മറച്ചുവെക്കാൻ ഇവർക്ക് സാധിക്കും. 2026 മാർച്ച് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമായ ആസൂത്രണത്തിലൂടെ നേടിയെടുക്കാവുന്ന വലിയ നേട്ടങ്ങളും ഒരുപോലെ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. മീനരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുള്ള ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ മാസം സംജാതമായേക്കാം. എങ്കിലും പതറാതെ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ഈ കാലയളവിൽ നിങ്ങൾക്ക് കൈവരും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ശനി നൽകുന്ന അച്ചടക്കവും ഗുരു നൽകുന്ന അനുഗ്രഹവും നിങ്ങളെ ഈ മാസം വഴി നടത്തും.